رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും പാപങ്ങളും അല്ലാഹുവിന്റെ കരുണയാൽ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ രോഗം കൊണ്ടും അതുപോലെ തന്നെ വലിയ സാമ്പത്തികമായ ബാധ്യതകൾ കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബാധ്യതകളും അതുപോലെ തന്നെ പ്രയാസങ്ങളും എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ഐശ്വര്യവും സൗഖ്യവും ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്കും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനും അല്ലാഹു തആലയാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്നതും അതിലുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നതും അവർക്ക് ആവശ്യമായ വസ്തുക്കൾ നൽകുന്നതും അല്ലാഹുവാണ്. ആർക്കെങ്കിലും അധികാരവും അതുപോലെ തന്നെ സമ്പത്തോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ കരുണയാൽ ലഭിച്ചതാണ്. അല്ലാഹുവാണ് അത് അവന് നൽകിയത്. ആ അധികാരവും സമ്പത്തും അല്ലാഹു അവന് ഇഷ്ടമുള്ള സമയത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് അവനിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. അത് അല്ലാഹുവിന്റെ ഔദാര്യത്താൽ അല്ലാഹു തആല ചിലർക്ക് പരീക്ഷണമായി നൽകും, ചിലരിൽ നിന്ന് അല്ലാഹു തആല അത് ദൂരെയാക്കി വെക്കും. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നുണ്ട്, സമ്പത്തും അധികാരവും ലഭിച്ച ആളുകൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദാരിദ്ര്യവും പ്രയാസവും ജീവിതത്തിലുള്ള ആളുകൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും അഹങ്കരിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ ലാ യദ്ഖുലുൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ഹൃദയത്തിൽ അടിമണി തൂക്കം കിബ്ർ അഹങ്കാരമുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു പറയുന്നതായിട്ട്, അൽ ഇസ്സത്തു ഇസാരി വൽ കിബ്രിയാഉ രിദാഇ ഫമൻ നാസഅനി അദ്ദത്തുഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ് ഇത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു തആല പറയുന്നതായിട്ട്, അഹങ്കാരം എന്നുള്ളത് എന്റെ വസ്ത്രമാണ്, അത് എന്നിൽ നിന്നും ആരെങ്കിലും ഊരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കും. ഈ ലോകത്ത് അഹങ്കാരം നടിക്കാൻ അർഹതയുള്ളത് അല്ലാഹുവിന് മാത്രമാണ്. ഞാനാണ് ഏറ്റവും വലിയവൻ, എന്നേക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് ആരുമില്ല എന്ന് പറയാൻ അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യർക്ക് അതിനുള്ള അവകാശവുമില്ല, അങ്ങനെ പറയാൻ കഴിയൂല. നമ്മൾ എത്ര വലുതായിട്ടുണ്ടെങ്കിലും നമ്മളെക്കാൾ മുകളിലായിട്ട് അല്ലാഹു തആല ഒരാളെ ഉണ്ടാക്കിയിട്ടുണ്ടോ? മാത്രമല്ല, നമ്മളെല്ലാം നശിച്ചു പോകേണ്ട ആളുകളാണ്. നമ്മുടെ അധികാരവും സമ്പത്തും നമ്മുടെ കഴിവെല്ലാം ഇന്നുണ്ടെങ്കിൽ നാളെ അത് നശിച്ചു പോകും. ഈ ലോകത്ത് അങ്ങനെ പറയാൻ അവകാശമുള്ളത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അത് അല്ലാഹുവിന്റെ വസ്ത്രമാണ്. കിബ്രിയാ, അഹങ്കാരം എന്നുള്ളത് അല്ലാഹുവിന്റെ വസ്ത്രമാണ്. അത് അല്ലാഹുവിൽ നിന്ന് ആരെങ്കിലും ഊരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും അധികാരം ലഭിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ സമ്പത്ത് ലഭിച്ചതിന്റെ പേരിലോ കഴിവുകൾ ലഭിച്ചതിന്റെ പേരിലോ മറ്റുള്ളവരെക്കാൾ അഹങ്കരിക്കാനോ പൊങ്ങച്ചം നടിക്കാനോ അവകാശമില്ല. അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. അത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഏറ്റവും മോശമായ സ്വഭാവമാണെന്നാണ് ഉലമാക്കൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ താഴ്മ കാണിക്കുക, താഴ്മയുള്ളവരായി ജീവിക്കുക. ഒരു ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാദഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ
വലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ബോധനം നൽകി, എന്നോട് ജനങ്ങൾക്ക് കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ താഴ്മയുള്ളവരാകണം, താഴ്മയോടുകൂടി നടക്കണം. എങ്ങനെ, എത്രത്തോളം താഴ്മ എന്നാൽ ആരും ആരെക്കാൾ പൊങ്ങച്ചം നടിച്ച് നടക്കാൻ പാടില്ല. ഒരാൾ മറ്റൊരാളെ അഹങ്കാരത്തിന്റെ പേരിൽ ആക്രമിക്കാൻ പാടില്ല. അത്രയധികം താഴ്മയോടുകൂടി നടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ സഹാബാക്കളോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ എന്നാൽ അവര് ദുനിയാവിൽ താഴ്മയോടുകൂടി നടക്കുന്ന ആളുകളാണ്. അവർക്ക് അഹങ്കാരമില്ല, പൊങ്ങച്ചമില്ല, ഞാൻ മറ്റവനേക്കാൾ ഉയർന്നവനാണ്, ഞാൻ മറ്റവനേക്കാൾ നല്ലവണ്ണം മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിക്കാതെ താഴ്മയോടുകൂടി നടക്കുന്ന ആളുകളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അടിമകളെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന. ഭൂമിയിൽ താഴ്മയോടുകൂടി വളരെ വളരെ അഹങ്കാരമൊന്നുമില്ലാതെ നടക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു തആല അവന്റെ അടിമകളെന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അല്ലാഹു തആല പറയാണ്, നിങ്ങളുടെ ഈ ദീൻ നിങ്ങൾക്ക് ഭാഗ്യമായി ലഭിച്ച, അല്ലാഹുവിന്റെ അനുഗ്രഹമായി, അല്ലാഹുവിന്റെ ഔദാര്യമായി ലഭിച്ച ഈ ദീനിനെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ മാറ്റി വേറെ ആൾക്കാരെ കൊണ്ടുവരും. അവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. അവർക്ക് അല്ലാഹുവിനുമായിട്ട് ഭയങ്കര മഹബത്തായിരിക്കും, ഇഷ്ടമായിരിക്കും. അവരുടെ ഗുണം എന്തെന്നാൽ അവർ വിശ്വാസികളോട് താഴ്മയോടുകൂടി പെരുമാറുന്ന ആളുകളും അമുസ്ലിങ്ങൾക്കിടയിൽ അവർക്ക് വലിയ അഭിമാനവുമുള്ള ആളുകളായിരിക്കും. കാരണം അവർ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ അല്ലാഹു തആല കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല ഉണർത്തുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നിന്നും അഹങ്കാരം ഒഴിവാക്കുക, താഴ്മയോടുകൂടി ജീവിക്കുക, പൊങ്ങച്ചമില്ലാതെ ഞാനൊരു വലിയ സംഭവമാണെന്ന് ചിന്തിക്കാതെ ജീവിക്കുക എന്നുള്ളത് വലിയൊരു ഗുണമാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനുള്ള വലിയൊരു ഗുണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിൽ ജീവിതത്തിൽ ശീലമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ നോക്കണം. നബി തങ്ങൾ എത്ര വലിയ മഹാനായ വ്യക്തിത്വമാണ്. ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഗുണമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്മാരിൽ വെച്ച് തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. യഥാർത്ഥത്തിൽ സ്ഥാനത്തിന്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ നബി തങ്ങളെക്കാൾ ഈ ലോകത്ത് വേറെ മുകളിൽ ഒരാളില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമായിരുന്നു ആളുകളോട് ഇടപഴകിയിരുന്നത്, ജനങ്ങളോടൊപ്പം എപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപാടുകൾ എന്ന് നമ്മൾ ശരിക്കും ഹദീസുകളിൽ നോക്കി പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഇങ്ങനെ വഴികളിൽ കൂടിയൊക്കെ നടന്നു പോകുന്ന സമയത്ത് അവിടെ മൈതാനങ്ങളിൽ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി അവരുടെ അടുക്കിലേക്ക് പോയിട്ട് സലാം പറഞ്ഞിട്ട് പോകുമായിരുന്നു. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞി പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഓടി കളിച്ചിട്ട് വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് പുറത്തേക്കൊക്കെ നടക്കും. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവർ നബി തങ്ങളുടെ കൈ പിടിച്ചിട്ട് പോകും. നബി തങ്ങൾ അവരുടെ കൂടെ തന്നെ സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് നടക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളിൽ ഭാര്യമാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമായിരുന്നു, സേവനം ചെയ്തു കൊടുക്കുമായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന ചെരുപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വന്തമായി വൃത്തിയാക്കും, തുടച്ചു വെക്കും. ഏതെങ്കിലും വസ്ത്രം കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയമേ തുന്നുമായിരുന്നു. വീട്ടിലുള്ള സേവകരോടൊപ്പമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ചില വിളിക്കുന്ന ആൾ വളരെ സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നതായിരിക്കും, ചെറിയൊരു പരിപാടിയായിരിക്കും. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് ഒരു സഹാബി അദ്ദേഹത്തിന്റെ വീട് കുടിയിരിക്കുകയായിരുന്നു, പുതിയ വീട്ടിൽ താമസമാക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സഹാബി വിളിച്ചു. അന്ന് അവിടെ പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഫസ്റ്റ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. ഇതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. എത്ര ചെറിയ ക്ഷണമാണെങ്കിലും എത്ര ചെറിയ പരിപാടിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് അവിടെ പോകുമായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ഉറിഞ്ചി കഴിക്കുമായിരുന്നു. അത് വലിയ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ, എന്താണ് മറ്റുള്ളവർ വിചാരിക്കുക, എന്റെ അഭിമാനം തകർന്നു പോകുമല്ലോ
ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തരത്തിലുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നല്ല നിലയിൽ ഇടപഴകിയിട്ടുണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെക്കല്ലു ഹൃദയത്തിൽ ഒരു പ്രാവശ്യം പോലും ഇതെന്താണ് ഇങ്ങനെ, ഞാൻ ഒരു വലിയ ആളല്ലേ, എങ്ങനെ ഇദ്ദേഹത്തോട് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് പെരുമാറുന്നു ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചതോ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് സംഭവങ്ങളിൽ കാണാൻ പറ്റില്ല. അത്രയും താഴ്മയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിനെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. പലപ്പോഴും നമ്മളൊക്കെ ഇത് വലിയ പരാജയപ്പെട്ടു പോകാറാണ് പതിവ്. ഇബ്നുൽ ബസ്താമി, ഇബ്രാഹിം ഇബ്നുൽ ബസ്താമി, യസീദ് ഇബ്നുൽ ബസ്താമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, താഴ്മ എന്നാൽ അത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മൾ അപരനായ അയാൾ സത്യം പറയുന്നുണ്ടാവും, നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റ്, പക്ഷെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ടാവും, വലിയൊരു തർക്കമായി, പിന്നെ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുക. ഇങ്ങനെ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് താഴ്മ എന്ന് യസീദുൽ ബസ്താമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ ബഷാർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ താഴ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് അഭിമാനമാണ്. അത് നമ്മളെന്നെ ചിലപ്പോൾ ജീവിതത്തിൽ പരിചയിച്ച ആളുകളായിരിക്കാം. നമ്മളെ കൂട്ടുകാരിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ നമ്മളോട് ഏറ്റവും കൂടുതൽ താഴ്മ കാണിക്കുന്ന ആളുകളായിരിക്കും. എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഞാനൊരു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ആളുകളെ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയും ആരും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഉലമാക്കൾ പ്രത്യേകം പറയുന്നുണ്ട്, താഴ്മ എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്. സത്യത്തിന്റെ കൂടെ എപ്പോഴും ഉറച്ചു നിൽക്കലാണ്. സത്യം മറ്റുള്ളവരുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും തർക്കിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം എന്താകുമെന്നൊക്കെ ചിന്തിച്ച് അതങ്ങനെ തർക്കിച്ച് വീണ്ടും മുന്നോട്ട് പോകുക. ഇതൊക്കെ വലിയ വിഷയമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം പലപ്പോഴും ഇതുപോലെയുള്ള ഈ ഈഗോയും അതുപോലെ തന്നെ ഈ അഹങ്കാരവും ഒക്കെ ആയിരിക്കാം. നമ്മൾ വിട്ടുകൊടുക്കൂല, നമ്മൾ തർക്കിച്ച് വീണ്ടും മുന്നോട്ട് പോകും. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ടാവും, നീ ചെയ്യുന്നത് തെറ്റാണ്, നിന്റെ ഭാഗത്താണ് തെറ്റ്, എന്നാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കൂല. നമ്മൾ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷണിച്ച ആളെ നോക്കും, ക്ഷണിക്കുന്ന രീതി നോക്കും. അയാൾ നമ്മളെ വേണ്ടതുപോലെ ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് പോകില്ല. എന്നെ ആയിരുന്നു ഫസ്റ്റ് വിളിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോകില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെയാണ് ചിന്തിക്കുന്ന ആളുകളായി മാറാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ഏറ്റവും താഴ്മുള്ള ആളുകളായി മാറണം. ഉലമാക്കൾ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ വെള്ളം പോലെയാകും. വെള്ളത്തിന്റെ പ്രകൃതി എന്താ? വെള്ളം എവിടെ കൊണ്ടൊഴിച്ചാലും ആ ഒരു രീതി, ആ രൂപം, ആ സ്ഥലത്തിന്റെ രൂപം വെള്ളം സ്വീകരിക്കും. ഇപ്പൊ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പാത്രം പോലെയാകും, അത് ഗ്ലാസ്സിൽ വെച്ചാൽ അത് ഗ്ലാസ് പോലെയാകും, നിലത്ത് വെച്ചാൽ നിലം പോലെയാകും. ഇതുപോലെ ആയിരിക്കണം ഓരോ വിശ്വാസിയുടെയും ജീവിതമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എവിടെയും കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായി നമ്മൾ മാറുമ്പോഴാണ് അള്ളാഹുവിന്റെയും അടിമകളുടെയും ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുന്നത്. അതുകൊണ്ട് നമുക്ക് അഹങ്കാരമില്ല, നമുക്ക് പൊങ്ങച്ചമില്ല. നമ്മൾ ആരെങ്കിലും സത്യം പറഞ്ഞാൽ അത് കൃത്യമായി സ്വീകരിക്കും. നമുക്ക് ആരോടും തർക്കിക്കാനില്ല. ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ ജനങ്ങൾക്കിടയിൽ എനിക്ക് വലിയൊരു സ്ഥാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരവമാണെന്ന് വിചാരിച്ച് ജനങ്ങളോട് താഴ്മ കാണിക്കാതെ, ജനങ്ങളോട് അങ്ങോട്ട് പോയി സലാം പറയാതെ നടക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. ഞാൻ ജനങ്ങൾക്കിടയിൽ വലിയൊരാളാണ്, എനിക്ക് വലിയൊരു സ്ഥാനമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി സലാം പറയാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് പോയി ചിരിക്കാൻ പാടില്ല. അവൻ ചിരിക്കട്ടെ, അവൻ സലാം പറയട്ടെ, അവരെന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഒരു വലിയ സംഭവമായി വിചാരിച്ച് നടക്കുന്ന ആളുകൾ മോശപ്പെട്ട ആളുകളാണെന്നാണ് ഉലമാക്കൾ പറയുന്നത്. നമ്മുടെ സഹാബാക്കളുടെ ചരിത്രം പഠിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചിട്ട് ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു നമുക്കറിയാം, വലിയ ഖലീഫയാണ്, വലിയ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ വലിയ വെള്ളത്തിന്റെ പാത്രങ്ങൾ അദ്ദേഹത്തിന്റെ തോളിലിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്, പലർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ ഒരു നാടിന്റെ ഭരണാധികാരിയാണ്, നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ, ഏതെങ്കിലും സേവകനെ ഏൽപ്പിച്ചാൽ പോരെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഖലീഫയായതിനു ശേഷം, ഭരണാധികാരി ആയതിനു ശേഷം കുറെ ആളുകൾ എന്റെ അടുക്കിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. അപ്പൊ എന്റെ ഹൃദയത്തിൽ തന്നെ എനിക്ക് തോന്നി, ഞാനൊരു സംഭവമായി. കുറെ ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ എനിക്ക് ഒരു താഴ്ന്ന ആളുകളായി
ചില സമയത്ത് എനിക്ക് അങ്ങനെ ചിന്ത വരുന്നു, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലത്തെ ഹിദ്മത്തുകൾ ചെയ്യുന്നത്. ഞാനിങ്ങനെ വെള്ളത്തിന്റെ പാത്രങ്ങളൊക്കെ എടുത്ത് ജനങ്ങളുടെ അടുക്കൽ പോയി, സാധാരണക്കാരുടെ അടുക്കൽ പോയി അവർക്ക് വെള്ളം കൊടുക്കുന്നതും അവർക്ക് ഹിദ്മത്ത് ചെയ്യുന്നതും അവരെ ഭക്ഷിപ്പിക്കുന്നതൊക്കെ എന്റെ അഹങ്കാരം നശിക്കാൻ വേണ്ടിയിട്ടാണ്. ഉമർ ഇനി അഹങ്കാരിയാകാൻ പാടില്ല എന്ന ചിന്തയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അദ്ദേഹം ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹ് ഉണ്ട്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ 1-2 സന്ദർഭങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വലിയ സമ്പന്നനാണ്, അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രാജാവ് പോലുമായിരുന്നു, വലിയ പണ്ഡിതനുമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കലും യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യാണ്. അപ്പോ ആളുകൾക്കൊന്നും എന്നെ അറിയില്ല. അപ്പൊ ആ കപ്പലിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ ഭയങ്കര രസികനായിരുന്നു, എല്ലാവരെയും പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ തുർക്കിയിൽ പോയപ്പോൾ അവിടെ ഭൂമികുലുക്കം ഉണ്ടായി. ഭൂമി കുലുങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ ഒരു പരിചയവുമില്ല, അയാൾ എന്റെ മുടി പിടിച്ചിട്ട് എന്നെ കുലുക്കി, എന്നിട്ട് ഇതുപോലെയാണ് കുലുങ്ങിയത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടുപോയി. പക്ഷേ എനിക്ക് ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു സന്തോഷം തന്നു. എനിക്ക് അയാളോട് ഒരു പരിഭവവും ഇല്ല, ഞാൻ അയാളോട് ദേഷ്യം പിടിച്ചിട്ടില്ല. ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനൊന്നും ഉണ്ടാതെയിരുന്നു. ഇതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം. എന്നിട്ട് പിന്നീട് അദ്ദേഹം പറയാം, ഇതുപോലെ ഒരിക്കല് ഞാൻ രോഗിയായിട്ട് ഒരു ദിവസം യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറി വിശ്രമിക്കുകയായിരുന്നു. അപ്പൊ ആ പള്ളിയിലെ മുഅദ്ദിൻ വന്നു. അയാൾ എന്നോട് ദേഷ്യം പിടിച്ചു, ഇവിടെ കിടക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞുകൊണ്ട് അയാൾ എന്റെ കാല് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളിയിട്ടു. ആ സമയത്തും ഞാൻ അയാളോടൊന്നും പ്രതികരിച്ചില്ല. ഈ 2 സന്ദർഭങ്ങൾ ആലോചിക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമായിരുന്നു എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. സഹാബാക്കളുടെ ചരിത്രം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു പ്രദേശത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ടപ്പോൾ അതിനുശേഷം മുതൽ അദ്ദേഹം പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകുകൾ വെട്ടിയൊന്ന് ജനങ്ങൾക്ക് മുറിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ അവർ ചെയ്തതെന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം പോകാൻ വേണ്ടി സഹാബാക്കൾ കണ്ടെത്തിയ മാർഗങ്ങളാണ്. അവർക്ക് ഒരു തക്കല്ലുഫില്ലാത്ത ആളുകളായിരുന്നു, ഡിമാൻഡ് ഇല്ലാത്ത ആളുകളായിരുന്നു. അവർക്ക് ആരോടും പരിഭവമില്ല. അവരാരെങ്കിലും എന്തെങ്കിലും അറിയാതെ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് പിന്നെ കാലങ്ങളോളം വർഷങ്ങളോളം അതിന്റെ പ്രതികാരം ഹൃദയത്തിൽ കൊണ്ടിറക്കുന്ന ആളുകളല്ല. അത് അപ്പം തന്നെ മറക്കും, പിന്നീട് അവർ നല്ല രീതിയിലായി മാറും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ അവൻ താഴ്മയുള്ളവനാവുക എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അറിയാതെ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ തന്നെ ഒരു വലിയ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ചില സമയത്ത് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, രോഗം കാരണത്താലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ രോഗം കാരണത്താലൊക്കെ നമ്മൾ മാനസികമായി ടെൻഷനായിട്ട് നടക്കായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ കൂട്ടുകാരൻ വരാം. ചില സമയത്ത് നമുക്ക് അയാളോട് ചിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അഭിമുഖീകരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിലുള്ള ടെൻഷൻ നമുക്കറിയാം. അപ്പൊ അയാൾ ഒരുപക്ഷെ ടെൻഷൻ കൊണ്ട് നമ്മോട് ചിരിക്കാൻ മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അത് വലിയതായി, ഞാൻ ഇത്രയും വലിയ ആളാണ്, എന്നോട് അവൻ ചിരിച്ചിട്ടില്ല, എന്നോട് സലാം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ അതിന് പകരം വീട്ടാൻ വേണ്ടി പിന്നെ അയാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ വലിയ മോശമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യുക, താഴ്മയോടുകൂടി നടക്കുക, അങ്ങോട്ട് പോയി സലാം പറയുക, അങ്ങോട്ട് പോയി ചിരിക്കുക, പരസ്പരം ദഅവത്ത് സ്വീകരിക്കുക. ആരെങ്കിലും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കോലം നോക്കാതെ, അവൻ വിളിച്ച സ്ഥലം നോക്കാതെ സന്തോഷത്തോടു കൂടി അതിന് മറുപടി നൽകി അവന്റെ ദഅവത്തിൽ, അവന്റെ ആ ക്ഷണത്തിൽ നമ്മൾ പങ്കെടുക്കുക. ഇതുപോലുള്ള നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരസ്പരം സ്നേഹം വളരും, നല്ല അഭിമാനത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ പറ്റും, റാഹത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് ഇതിൽ വെച്ചത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും താഴ്മയുള്ളവരായി മാറണം. അള്ളാഹുവിന്റെ മുന്നിലും അതുപോലെ തന്നെ അടിമകളുടെ മുന്നിലും താഴ്മയുള്ളവരായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമായിരുന്നോ സഹാബാക്കൾക്കിടയിൽ ജീവിച്ചത്? വിശുദ്ധ ഖുർആനിൽ നബിതങ്ങളുടെ സിഫത്തിനെ കുറിച്ചിട്ട്, ഗുണത്തെ കുറിച്ചിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വലൗ കുൻത ഫല്ലൻ ഖലീലൻ ലൻഫദു മിൻ ഹൗലിക്. താങ്കൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഏറ്റവും മയമുള്ള ആളായിരുന്നു, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു, ഏറ്റവും സിമ്പിൾ ആയിട്ട് സഹാബാക്കൾക്കിടയിൽ ജീവിക്കുന്ന ആളായിരുന്നു. അഥവാ മറ്റോ താങ്കളുടെ സ്വഭാവം കടുപ്പമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരൊറ്റ സഹാബാക്കൾ താങ്കളോട് അടുക്കുമായിരുന്നില്ല. നമ്മൾ കാണുന്ന ആളുകളോടൊക്കെ ദേഷ്യം പിടിച്ച് സംസാരിച്ചാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി മുഖത്ത് നോക്കി പറയുന്ന ആളാണ്, ഞാൻ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ മുഖത്ത് നോക്കി ചൂടാവാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സത്യമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ അങ്ങനത്തെ ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മോട് വെറുപ്പായി മാറും.
നമ്മൾ എല്ലാവരുടെ ഇടയിൽ ഒരു മോശപ്പെട്ടവനായി മാറും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. നബി തങ്ങൾ എല്ലാവരോടും ഇടപഴകി ജീവിക്കുന്ന ആളായിരുന്നു, സോഫ്റ്റായി ജീവിക്കുന്ന ആളായിരുന്നു. ആ ഗുണമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത്തരം മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല